ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മളെ വീഡിയോ ഒരു വെറൈറ്റി ചക്കപ്പഴം കാണിച്ചു തന്നിട്ടുള്ള കേട്ടോ. നമ്മളൊരു 3 വർഷം മുമ്പ് ഒരു സീഡ്ലെസ് ജാക്ക് നട്ടായിരുന്നു കേട്ടോ. കുരുവില്ല ചക്ക. അതിനകത്ത് നേരത്തെ ഇപ്പം കുരുവില്ല, അരക്കില്ല, എന്നൊരു പ്രത്യേകതയാണ്, ചവണിയില്ല എന്നൊക്കെ പറഞ്ഞാണ് സംഭവം കിട്ടിയത്. അങ്ങനെ എന്നാന്ന് അറിയണമല്ലോ, ഏത് നേഴ്സറി ചെന്നാലും കാണാമായിരുന്നു ഈ സംഭവം ഇരിക്കുന്നത്. നമ്മൾ വാങ്ങിച്ച് നട്ടു. 2 വർഷമായപ്പോൾ ചക്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എന്താ പറയുക, പേട്ട് ചക്ക കുളത്തിൽ വലുതായില്ല, അങ്ങ് പോയി. 3-ാം വർഷമായപ്പോഴത്തേക്ക് ചക്ക റെഡിയായി. 2 ചക്ക കിട്ടി. ആറ്റുന്നോട്ടിരുന്നു. ഒത്തിരി എണ്ണം കായ്ച്ചെങ്കിലും എല്ലാം പൊഴിഞ്ഞൊക്കെ പോയിട്ട് 2 എണ്ണം കിട്ടി. അതിൽ ഒന്നും നമ്മൾ പച്ചയ്ക്ക് മുറിച്ച് നോക്കി അറിയണമല്ലോ എങ്ങനെയുണ്ടെന്നുള്ളത്. ഒന്ന് നമ്മൾ പഴിപ്പിച്ചു, ചക്കയ്ക്ക് മുറിച്ചത്. സോറി, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇത് പഴുത്തത് ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിക്കാമെന്ന് വെച്ച്. ഇതാണ് ചക്കപ്പഴം. അത് മുറിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ചക്കപ്പഴം. ഇതിനകത്ത് ഒരു പ്രത്യേക പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അരക്കില്ല. പച്ച മുറിച്ചപ്പം ചെറുതായിട്ടൊക്കെ ഈ നടുഭാഗത്തൊക്കെ ഇത്തിരി അരക്കുണ്ടായിരുന്നു. പക്ഷേ പഴുത്തത് ആയപ്പോഴത്തേനും ഒരു തുള്ളി പോലും ഇതിന് അരക്കില്ല. പിന്നെ കുരുവില്ല. കുരു വെച്ചാൽ ഒരു ഒരു സാധനം, അത് നമ്മളെടുത്ത് കളയേണ്ട കാര്യമൊന്നുമില്ല, വേണേൽ കഴിച്ചങ്ങ് തിന്നാം. അങ്ങനത്തെ ഒരു കുരുവാണ് ഉള്ളത്. പിന്നെ ചവണി, ചക്കപ്പഴം അങ്ങനെ ഇത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഇത് കുഞ്ഞി ഇത്രയുള്ള ചക്കപ്പഴമാണ്. പക്ഷേ ഇതിന് നമ്മൾ നമ്മുടെ വരിക്ക ചക്കപ്പഴത്തിൻ്റെ ഒന്നും ടേസ്റ്റ് അല്ല, അതൊരു വെറൈറ്റി ടേസ്റ്റാണ്. പച്ചയ്ക്ക് തിന്നത് എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഈ തെങ്ങിൻ്റെ ഒക്കെ മണ്ട കഴിച്ചിട്ടുണ്ടോ? തെങ്ങിൻ്റെ മണ്ട ഇങ്ങനെ വെട്ടി അതിനകത്തുള്ളൊരു സാധനം ഉണ്ടല്ലോ, പൊങ്ങ് പോലത്തെ, അത് കഴിച്ചിട്ടുണ്ടോ? അമ്മ അതിലിരിക്കും കേട്ടോ. പക്ഷേ പഴുത്ത് കഴിഞ്ഞാൽ വേറൊരു ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് പോലെ അതിന്. സംഭവം കൊള്ളാൻ, നല്ല മധുരമാണ്. പക്ഷേ ഒരു കാര്യം തുറന്നു പറഞ്ഞാൽ, എനിക്ക് നമ്മുടെ സാധാ വരിക്കച്ചക്കപ്പഴത്തിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇത്രമാത്രം വാങ്ങിച്ച് പൊന്നുപോലെ നട്ടുകൊണ്ട് വന്നതിൻ്റേതായ ഇതൊന്നും ഇതിന് കിട്ടിയിട്ടില്ല. ഇത് നമുക്ക് ചക്കപ്പഴം മുറിച്ച് നോക്കാം കേട്ടോ. ഇത് സംഭവം അല്ലോ, ഇത് കുരുവില്ല. നമുക്ക് ചുമ്മാ തിന്നാം. നല്ല മധുരമാണ്. വേറെന്തോ ഒരു ടേസ്റ്റാണ്. സാധാ ചക്കപ്പഴത്തിൻ്റെ ഇല്ല. ഒത്തിരി എന്നെപ്പോലെ അത് പറഞ്ഞാൽ ഒത്തിരി നോക്കിയിട്ടുണ്ട് ചക്കപ്പഴം എല്ലാം കിട്ടുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ കാത്തിരുന്നത്. ഒത്തിരി ആൾക്കാർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും, എനിക്ക് ഉറപ്പാണ്. കാരണം നേഴ്സറികളിൽ ഇതിന് മാത്രം തൈകളിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ട് നട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തുവാ അതിനകത്തുനിന്ന് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കണ്ടുവച്ചാൽ മതി. അപ്പോൾ നമുക്ക് ചക്ക മുറിക്കാൻ പാ. കണ്ടോ, ഇതാണ് നമ്മുടെ ചക്ക. ഇത്രേ വലുപ്പമുള്ളൂ. 2 എണ്ണം. മറ്റേതും ഇത്രയേ ഉള്ളായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷെ മണം ഇങ്ങോട്ടാ സൂപ്പർ മണം. നല്ല സൂപ്പർ മണമാണ് പഴുത്തപ്പം കേട്ടോ. നല്ല മണം കേട്ടാൽ നമുക്ക് നല്ലതായിട്ട് കഴിക്കാൻ തോന്നും. മുറിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അമ്മയുടെ നല്ല പിച്ചാത്തിക്കായിട്ട് ചക്ക മുറിക്കാൻ ഇറങ്ങിക്കുക. കണ്ടാൽ ഓടിക്കും. മുറിച്ച് നോക്കാം. സംഭവം കൊള്ളാം. കണ്ട ഇതിൻ്റെ കണ്ട. ഇതിൻ്റെ മെയിൻ ഉള്ള കാര്യം നോക്കിയാൽ അതിൻ്റെ അരക്കില്ല. ഇത് എന്താ പറയുന്നത്, ഈ കടച്ചക്കയില്ലേ നമ്മൾ പുഴുങ്ങി തിന്നുന്നത്, അതൊക്കെ മുറിച്ച് അതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നത് അതുപോലെ അതിൻ്റെ അകം ഇരിക്കുന്നത്. പക്ഷെ കളറ് കണ്ടില്ലേ, ഇളം കളറ്, ലൈറ്റ് കളറാണേ. അതിന് ലൈറ്റ് കളറാണ്. പക്ഷെ എന്നായാലും കൊള്ളാം. ടേസ്റ്റ് നോക്കട്ടെ. സൂപ്പർ. നല്ല മധുരമാണ്. പിന്നെ കുരു ഇല്ലാത്തതുകൊണ്ട് ഈ കറുത്തിരിക്കുന്ന ഒരു കുഞ്ഞിക്കാ കണ്ടോ, ഇതാണ് ഇതിൻ്റെ കുരു കേട്ടോ. പച്ച തിന്നപ്പം നമ്മൾ മൊത്തത്തിലും കഴിക്കുമായിരുന്നു. ഇതിന് കുരു കളയേണ്ട കാര്യമില്ല, അതങ്ങ് ചവച്ച് തിന്നാവുന്നേ ഉള്ളൂ. പാടയില്ല, കുരു ഇല്ലാത്തതുകൊണ്ട് പാടയില്ല. പിന്നെ അരക്കെന്നൊക്കെ അരക്ക് ഒട്ടും അരക്കില്ല, തുള്ളി പോലും അരക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ മുള്ള് ചെത്തിയിട്ടേ, ഇത് ഞാൻ പണ്ട് വീഡിയോയ്ക്കകത്തും കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലല്ല, പുറത്തെവിടെയാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ മുള്ള് ചെത്തിയിട്ട് ഇങ്ങനെ പീസായിട്ട് കേക്കൊക്കെ കഴിക്കുന്ന പോലെ ചവച്ച് തിന്നുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ തിന്നാൻ പറ്റത്തില്ല, നമുക്കിങ്ങനെ മുറിച്ച് കഴിക്കാം. ഈ വലിയ സാധാ വരിക്കച്ചക്കയൊക്കെ ഉണ്ടാവുന്ന ഈ പെട്ടുചുളയെന്ന് പറയും, കുരുവില്ലാത്ത ചുളയില്ലേ, അത്രയും വലിപ്പമേ ഉള്ളൂ. ഇവനാണ് ചക്കപ്രാന്തനാണ് കേട്ടോ. ചക്കയുടെ പഴത്തിന് മണ്ണ് പിടിച്ചിട്ട് വന്ന് നിൽക്കുവാണേ. ഇവിടുത്തെ എല്ലാ ഡോഗ്സും ഇങ്ങനെയാണ്. ചക്ക, കപ്പ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ വന്നാൽ മറ്റേ ആളും വരും. ഭയങ്കര ഇഷ്ടമാണ്. അത് പിന്നെ തിന്നാൻ വന്നിക്കുവാണേ. ചക്ക പുഴി കൊടുത്താലും കൂട്ടാൻ വെച്ച് കൊടുത്താലും പഴമായാലും പച്ചയായാലും എല്ലാം തിന്നും. ഇത് അടുത്ത ആൾ നോക്കുന്നുണ്ട്. ചക്കക്കൊതിയെ നമ്മൾ ഒരാൾ മുറിച്ച് എല്ലാത്തിനും കൊടുക്കും. കോഴിക്കും കൊടുക്കും, പട്ടിക്കും കൊടുക്കും, നമ്മളും കഴിക്കും. എല്ലാം അങ്ങനെയാണ്. ഇതൊരു സംഭവം ഒരു വെറൈറ്റിയാണ്. നേഴ്സറിലൊക്കെ അങ്ങനെ വലിയ മധുരമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ചക്കയ്ക്ക് അപാര മധുരമാണ്. സൂപ്പർ സംഭവമാണ്. ചക്കപ്പഴം എല്ലാവരും കണ്ടല്ലോ. അമ്മയൊക്കെ കഴിച്ചിട്ട് പറയുന്നു ഇത് തേമ്പരിക്ക, അങ്ങനെ ഒരു ചക്ക ഉണ്ടല്ലോ, പണ്ട് തേമ്പരിക്ക എന്ന് പറഞ്ഞൊരു വരിക്ക ഉണ്ടല്ലോ, അതതിൻ്റെ ടേസ്റ്റാണ്. കാരണം അത്രയ്ക്ക് മധുരമാണ്. ഈ വഴട്ടാനേ ചക്കരുവൊക്കെ ഉണ്ടാക്കാനൊക്കെ നല്ലതാണ്. അത്ര കളറില്ല, ഇളം കളറാണ്. നന്നായിട്ട് വിളഞ്ഞായിരുന്നു, കളറില്ല, പക്ഷെങ്കിൽ നല്ല മധുരമാണ്. അപ്പം ഇനി ആർക്കെങ്കിലുമൊക്കെ വാങ്ങിച്ച് നടണമെങ്കിൽ ഈ പ്ലാവ് വാങ്ങിച്ച് നടാം കേട്ടോ.
സംഭവം കൊള്ളാം. വെറൈറ്റി സ്റ്റേറ്റുള്ള ചക്കയാണ്. പിന്നെ അരക്കില്ല, കുരുവില്ല. അതിൻ്റെ കുരു ഒന്നും വിട്ട് ആർക്കും കിളിപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല. അതേ ഉള്ളൂ ഇതിൻ്റെ നെഗറ്റീവായിട്ട്. സംഭവം കൊള്ളാം, വലിയ മെനക്കേടില്ല. പിന്നെ വേറൊരിതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചവണി വരെ തിന്നാൻ കൊള്ളാവേ. അങ്ങനെ മറ്റേ നമ്മൾ സാറ് ചക്കയുടെ ചവണിയൊക്കെ പൊളിച്ച് കളയൂലേ, പക്ഷേ ഇതിൻ്റെ ചവണി വരെ തിന്നാൻ കൊള്ളാം. അപ്പോൾ എൻ്റെ വീഡിയോ ആർക്ക് ഹെൽപ്ഫുൾ ഉപകാരപ്രദമായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വേറൊരു ഫ്രൂട്ട് പ്ലാന്റ്സോ ഫാമിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.